ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നല്ലൊരു സ്റ്റൈലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാംഗോ ബ്രെഡ് പുഡിങ്ങാണ്. നല്ല പഴുത്ത മാമ്പഴം കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഐസ്ക്രീമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ബ്രെഡും കൂടി. ബ്രെഡിൻ്റെ സൈഡിലെ കരിഞ്ഞ ഭാഗം, ആ കരിഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണേ. നമുക്ക് പുഡിങ്ങിന് അത് ആവശ്യമില്ല കേട്ടോ. അത് മാറ്റി വയ്ക്കാൻ നമുക്ക് വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമല്ലോ. എന്നിട്ടൊരു പാത്രത്തിൽ കോൺഫ്ലവറും മിൽക്കും കൂടി നന്നായിട്ട് കട്ടയിലാണ്ട് മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കുക. അതവിടെ ഇരുന്നോട്ടെ. അടുപ്പ് കത്തിക്കുക, പാൻ അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ നേരത്തെ എടുത്ത പാൽ പാക്കറ്റില്ലേ, അതിന് ഒരു ഗ്ലാസ് പാൽ നമ്മൾ എടുത്തേക്കുക. എന്നിട്ട് നമ്മളത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരമൊക്കെ അവരവരുടെ ഇഷ്ടമാണല്ലോ, ടേസ്റ്റ് അനുസരിച്ചാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഇങ്ങനെ ഇടവിടാ നമ്മൾ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇച്ചിരിയായിട്ട് ഒഴിച്ച് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിം കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം പാൻ, കഴുകുന്നൊന്നുമില്ല, സെയിം പാനിലോട്ട് നമ്മുടെ മാംഗോ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പൾപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അതും പാലും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളയ്ക്കണ്ട, കുറുകണ്ട, ഒന്നും ചെയ്യണ്ട. ഇനി നമ്മളിതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്ലോ ആയിട്ട് മാംഗോയുടെ കട്ടയൊക്കെ പൊട്ടിച്ച് ഈ പാലും നമ്മുടെ മാങ്ങയും കൂടി നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. അപ്പം മധുരം ഇതിൽ ഇച്ചിരി കൂടുതലാണ്. മധുരമൊക്കെ എപ്പോഴും അവരവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ, അവരവരുടെ ടേസ്റ്റാണ് മധുരം, ഉപ്പ്, എരിവൊക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്തതാണ്. നമ്മുടെ കോൺഫ്ലവറും ഐസ്ക്രീമും കൂടി ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ബ്ലെൻഡായി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു ടേസ്റ്റും ഐസ്ക്രീമിൻ്റെ ഒക്കെ ആകുമ്പോൾ സൂപ്പറാണ്. എന്നിട്ട് എനിക്ക് പുഡിംഗ് ട്രേ ഇല്ല, തൽക്കാലം ഇതൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഫില്ല് ചെയ്യാൻ വേണ്ടി ഇച്ചിരി അധികം ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്, എന്നാലേ നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ലെയർ ബൈ ലെയറായിട്ട് ഒന്നില്ല മാംഗോയുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. മറ്റതിൽ കോൺഫ്ലവർ, അങ്ങനെ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിനിടയിൽ നമുക്ക് ഇച്ചിരി മാങ്ങ കുനുകുന അരിഞ്ഞതും എന്തെങ്കിലും നട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളിത് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ബ്രെഡ് വെച്ച് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവേ, കാരണം നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് കിട്ടുമല്ലോ അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ഡെക്കറേഷൻ പരിപാടിയാണ്. ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്യുവാണ്. ഇതിലിനി ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ ബദാമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം, വാൽനട്ടോ അത് അണ്ടിപ്പരിപ്പോ, നിങ്ങൾക്ക് എല്ലാം കൂടി ഇടണമെങ്കിൽ അങ്ങനെ. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായി കിട്ടണം കേട്ടോ. ഇത് അതിന് ശേഷമുള്ളതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.